കുട്ടീസ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ Anuratna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ അല്ലെ, മാത്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അതിലേറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്ന് തന്നെ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഏതാ, ഡെസിമൽസ് എന്നുള്ള ചാപ്റ്റർ അല്ലെ. അപ്പൊ ഡെസിമൽസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും എന്ന് മിസ് പറയാൻ കാരണം നിങ്ങൾ 5th സ്റ്റാൻഡേർഡിൽ ഇതേ കാര്യം പഠിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അതാ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ ആയിരിക്കും ഒളിഞ്ഞു കിടക്കുന്നത് എന്നൊന്ന് നമുക്ക് പോയി നോക്കാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും ഈ ചാപ്റ്ററിൽ എന്റെ മക്കൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, പഠിക്കാനുള്ളത് എന്നൊന്ന് ചെറുങ്ങനെ പോയി നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ മിസ് പറയുന്നത്, എന്റെ മക്കളെ ഡെസിമൽസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പോയിന്റ് യൂസ് ചെയ്തിട്ട് എഴുതുന്ന സംഖ്യകളെ കുറിച്ചൊക്കെ അല്ലെ, നമ്പേഴ്സിനെ കുറിച്ചൊക്കെ മക്കൾ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് എങ്ങനെ എഴുതാം എന്ന് എന്റെ മക്കൾ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പൊ അവിടെ 2 മക്കളുണ്ട്. അപ്പൊ 2 ആൾക്കാർക്ക് പേരിടാം. ഒരാളുടെ പേര് ചിന്നു, ഒരാളുടെ പേര് മിന്നു എന്നിടാം അല്ലെ. അപ്പൊ ഇതാ ചിന്നുവും മിന്നുവും കൂടെ 2 ആളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു ചെറിയ കോൺവെർസേഷനിലാണ്. എന്തായിരിക്കും അവർ പറയുന്നത്? ഇവിടെ ചിന്നു പറയാ, I have 7 rupees and 75 paisa. എന്താ പറയുന്നത്? അവർ 2 പേരും കൂടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയെ കുറിച്ച് പറയുവാണ്. എത്രയാളുള്ളത് ചിന്നുയുടെ കയ്യില്? അവളുടെ കയ്യില് 7 rupees 75 paisa ഉണ്ട്. അതേപോലെ തന്നെ മിന്നു പറഞ്ഞു, എന്താ, I have 8 rupees and 70 paisa. അപ്പൊ റുപ്പീസും അതേപോലെ തന്നെ പൈസയും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു ഡെസിമൽ നമ്പർ ആയിട്ട് എഴുതുമായിരുന്നു. എന്റെ മക്കൾക്ക് അറിയുന്ന കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മിസ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിങ്ങനെ എഴുതാടാ, 7 rupees 75 പൈസേനെയും നമ്മള് സാധാരണ ഡെസിമൽ ആയിട്ട്, ഡെസിമൽ എന്ന് പറഞ്ഞ രീതിയിൽ ഡെസിമൽ നമ്പർ ആക്കിയിട്ട് എഴുതാം. എങ്ങനെ? 7.75 rupees എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 7.75 rupees എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 7 rupeesനെയും 75 പൈസയും കൂടെ ഒരുമിച്ച് ഡെസിമൽ നമ്പർ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ ആണെങ്കിൽ വേഗം മിന്നുവിനെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. മിന്നു എങ്ങനെയായിരിക്കും അത് എഴുതുക? 8 rupees 70 paisa എന്നുള്ളത് എങ്ങനെ എഴുതാ? 8.70 rupees എന്നുള്ള രീതിയിലും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 ആളും നമ്മള് ഒരു കയ്യിലുള്ള പൈസ നമ്മൾ ഒരു ഡെസിമൽ നമ്പർ ആയിട്ട് അല്ലെ. അപ്പൊ ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റ് വെച്ച് എഴുതുന്ന അല്ലെ, പോയിന്റ് വെച്ച് എഴുതുന്ന സംഖ്യകളെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയും. ഇതൊക്കെ മുന്നേ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ എന്റെ കുട്ടികളുടെ കയ്യിലൊക്കെ ഒരു കുഞ്ഞു പെൻസിൽ ഉണ്ടായിരിക്കില്ലേ? ഒരു ചെറിയ പെൻസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ പെൻസിൽ ആയിരിക്കും. അപ്പൊ മിസ്സിന്റെ കയ്യിലും ഒരു പെൻസിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പെൻസില് എന്റെ മക്കളൊന്ന് വേഗം ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് അളന്ന് നോക്കിക്കുക. എന്റെ കയ്യിലുള്ളത് വലിയൊരു പെൻസിലാണ് കേട്ടോ. അപ്പൊ ഞാനത് യൂസ് ചെയ്യാത്ത പെൻസിലാണ്, വലിയൊരു പെൻസിലാണ്. അപ്പൊ വേഗം എന്റെ കയ്യിലെ കുട്ടികളെ എത്ര നമ്മളിങ്ങനെ ഷാർപ്പനർ യൂസ് ചെയ്തിട്ട് കൂർമിച്ച് ചെറിയ പെൻസിൽ ആക്കിയിട്ടുണ്ടാവും കുറെ ആൾക്കാരൊക്കെ. അപ്പൊ നിങ്ങളെ കയ്യിലുള്ള പെൻസിലിന്റെ ലെങ്ത് എത്രയാണോ അത് വേഗം സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ കമന്റ് ബോക്സിൽ വന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് അത് മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് ഡെസിമൽ നമ്പർ അടക്കം ആ ഒരു പെൻസിലിന്റെ ലെങ്ത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഡെസിമൽ നമ്പർ യൂസ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ആ പെൻസിലിന്റെ ലെങ്ത് ഒന്ന് നോക്കിക്കേണ്ട മക്കള്. ഇവിടെ സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ 13 കഴിഞ്ഞിട്ട് കുറച്ച് കുഞ്ഞി വരകൾ ഉണ്ടല്ലേ നമ്മള് സ്കെയിലില്. ഇത് മുന്നേ പഠിച്ച കാര്യമാണ്. അപ്പൊ ആ കുഞ്ഞി വരകള് നമ്മള് 1 2 3 4 എന്ന് പറഞ്ഞ് എണ്ണി നോക്കിയാല് ആകെ 10 വരകൾ അല്ലെ, 10 ലൈൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ 10 ലൈൻസിന് ഒരു പേരുണ്ടായിരുന്നു. അതും മിസ് ഇപ്പൊ പറഞ്ഞുതരാൻ മുന്നേ പഠിച്ച കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മളുടെ പെൻസിലിന്റെ നീളം എത്രയാ? ഇത് 13 കഴിഞ്ഞിട്ട് ആ കുഞ്ഞി വരകൾ കഴിഞ്ഞാല് 5ാമത്തെ അല്ലെ 5th ലൈനിലാണ് അത് അവിടെ കിടക്കുന്നത്. അപ്പൊ കാണാൻ കഴിയുന്നത്. അപ്പൊ 13 കഴിഞ്ഞിട്ട് 5ാമത്തെ വരാന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഡെസിമൽ നമ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതും? എങ്ങനെ എഴുതുടാ? 13.5 സെന്റിമീറ്റർ എന്ന് എഴുതും അല്ലെ. 13.5 സെന്റിമീറ്റർ. ഇതാണ് നേരത്തെ പഠിച്ച ഒരു കാര്യം എന്ന് മിസ് പറഞ്ഞത്. എന്താ? ആ കുഞ്ഞി ലൈൻസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 10 എണ്ണം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്താടാ? മില്ലിമീറ്റർ എന്ന്. അപ്പൊ സ്കെയിലില് 1 സെന്റിമീറ്ററിന്റെ അല്ലെ, 0യുടെയും 1
സെന്റിമീറ്ററിന്റെയും ഇടയിലായിട്ട് കുഞ്ഞി 10 ലൈൻസ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ മില്ലിമീറ്റർ, ചെറിയ ലൈൻസ് ആ മില്ലിമീറ്റർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ദാ 10 മില്ലിമീറ്റർ ചേർന്ന് കഴിഞ്ഞാലാണ് 1 സെന്റിമീറ്റർ ആവുന്നത് എന്ന് പഠിച്ചിട്ടില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ചോദ്യം ഇതാ, 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? നേരെ ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കിക്കേ, അത് തിരിച്ചു പറഞ്ഞു നോക്കിക്കേ. ദേ അങ്ങനെ ആവുമ്പോ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് എന്താ വരാ? ആ 10 മില്ലിമീറ്ററുകളില് ഒരെണ്ണമായിട്ട് വരും. 1/10 സെന്റിമീറ്റർ ആയിരിക്കും 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല്. അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾ പഠിച്ച കാര്യങ്ങള് മിസ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേഗം എന്റെ മക്കൾ എന്ത് ചെയ്യണം? വേഗം നിങ്ങളെ സ്കെയിലില് ഓരോ പോയിന്റും എവിടെയാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്, അതും ഡെസിമൽ നമ്പർ വെച്ചിട്ട് എന്ന് വേഗം പറഞ്ഞിരില്ലേ. നീ നോക്കിക്കേടാ, ഇവിടെ 0, 1, 2 എന്നുള്ള രീതിയിൽ നിങ്ങളെ സ്കെയിലിനെ ഒന്ന് വലുതാക്കി മിസ് വരച്ചു എന്നേ ഉള്ളൂ. നോക്കാം നമുക്ക്. എന്റെ മക്കളൊന്ന് 0.7 എന്ന് പറഞ്ഞ ഡെസിമൽ, 0.7 എന്ന് പറഞ്ഞാൽ എന്താടാ? 0.7 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പർ നിങ്ങൾ ഈ സ്കെയിലിൽ എവിടെയായിരിക്കും മെഷർ ചെയ്യുക? എവിടെയായിരിക്കും മെഷർ ചെയ്യുക? നോക്കിക്കേ, ഈ 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കില്ലേ, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. 0യുടെയും 1ന്റെയും ഇൻ ബിറ്റ്വീനിലായിരിക്കും ആരുണ്ടാവുക? 0.7 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടായിരിക്കുക, ഡെസിമൽ നമ്പർ ഉണ്ടായിരിക്കുക. അതെവിടെയായിരിക്കും? നമ്മൾ സാധാരണ ഈ കുഞ്ഞി ലൈനിലെ കുഞ്ഞി ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര വെച്ചായിരുന്ന? 0.1 എന്ന് വെച്ചാൽ 0.1, 0.2, 0.3, 0.4, 0.5, 0.6 and 0.7 അല്ലേ. ഇതാ ഈ ലൈനാണ് എത്ര? 0.7 ആയിട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 0യുടെയും 1ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇടയിലായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, 1.3 എവിടെയായിരിക്കും ലൈനിൽ വരിക? ആ ഒരു നമ്പർ ലൈനില് 1.3 എവിടെ വരും? അതെന്തായാലും 1ന്റെയും 2ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അല്ലെ, ഇടയിലായിരിക്കും. അപ്പൊ 1ന്റെയും 2ന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാല് ഈ ഒരു കുഞ്ഞി ലൈനിന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് വിളിക്കും? 1.1 ആയിരിക്കും. അടുത്തത് 1.2, നെക്സ്റ്റ് ലൈൻ എത്രയായിരിക്കുംടാ? 1.3 ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്പർ ലൈനില് ഡെസിമൽ നമ്പേഴ്സിനെ ഓരോ ഡെസിമൽ നമ്പേഴ്സിനെയും എഴുതാൻ എന്റെ മക്കൾക്ക് അറിയുന്ന കാര്യമാണ്. കുഞ്ഞി കാര്യം മിസ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പണ്ട്. അതെങ്ങനെയാണെന്ന് എന്റെ മക്കൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുന്നത് എങ്ങനെയാ? മുന്നേ പഠിച്ചൊരു കാര്യമാണ്. ഇവിടെ 0.7 എന്ന് പറഞ്ഞ നമ്പറിനെ എങ്ങനെയായിരുന്നു നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയത്? ഫ്രാക്ഷൻ ആക്കിയിട്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള രീതിയിലുള്ള നമ്പർ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് നോക്കിക്കേ മക്കളെ, ഇവിടെ ഒരു സംഖ്യയുടെ മുൻപില്, ഒരു നമ്പറിന്റെ മുൻപിലാണ് ഡെസിമൽ ഉള്ളത് അല്ലെ, ഒരു പോയിന്റ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതി? 7/10 ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഫ്രാക്ഷന്റെ രീതിയിൽ. എന്റെ മക്കൾ ഇതൊക്കെ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യമാണ് കേട്ടോ. ഒന്നുകൂടെ മിസ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഈ 0.7 നമ്മൾ എങ്ങനെ എഴുതി? 7/10 സെന്റിമീറ്റർ ആക്കിയിട്ട് എഴുതാം എന്ന് പറഞ്ഞാല് 10 ആയിട്ടുള്ള കുഞ്ഞി ലൈൻസില് 7 പാർട്സ് എന്നുള്ള അർത്ഥമാണ് അല്ലേ ഉള്ളത്. അപ്പൊ 7/10 എന്ന് പറഞ്ഞാല് 10 കുഞ്ഞി വരകളില് 7 എണ്ണം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതോടെ ഒന്ന് പറഞ്ഞു തരും എന്റെ മക്കള്. 1.3നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം? ഫ്രാക്ഷൻ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? ഇത് ഈ 1നെ എനിക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലെ. ഇനി അടുത്തത് 0.3 ഉണ്ട് അല്ലെ. 0.3 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ അല്ലെ, ഒരു നമ്പറിന്റെ മുൻപിലാണ് ഇവിടെ പോയിന്റ് ഉള്ളത്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം അതിനെ? നമ്മള് 10നെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. കാരണം ഇതിന്റെ മുൻപേ മിസ് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് 10ല് ഒരു 0 അല്ലേ ഉള്ളൂ. എന്റെ മക്കൾ അത് ശ്രദ്ധിച്ചാൽ മതി. 10ല് ഒരു 0 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയുടെ മുൻപിലായിരിക്കും എന്ത് വരിക? ഒരു നമ്പറിന്റെ തൊട്ട് മുൻപിലായിരിക്കും പോയിന്റ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3/10 ആയിരിക്കും വരിക. 3/10 എന്നുള്ള രീതിയിൽ നമുക്ക് 1.3നെ എന്താക്കിയിട്ട് എഴുതാം? ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ ആയുള്ള രീതിയിൽ നമ്പർ ആയിട്ടും നമുക്ക് ഡെസിമൽ നമ്പറിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ വേഗം ഈ നമ്പേഴ്സ് ഒക്കെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം എന്നുള്ള രീതിയിൽ ഒന്ന് വേഗം പറഞ്ഞുതരും. ഇത് നോക്കിയാൽ തന്നെ അറിയാം ഇതെന്താ 1ന്റെ സ്ഥാനത്താണുള്ളത് അല്ലെ. അപ്പൊ 1ന്റെ പ്ലേസിലാണുള്ളത്. ഇത് 10ന്റെ പ്ലേസിലാണുള്ളത്. 10ന്റെ പ്ലേസിലാണുള്ളത്. അപ്പൊ ഇതും 1ന്റെ പ്ലേസ് ആണ്, ഇത് 10ന്റെ പ്ലേസ് ആണ്. ഇത് നോക്കിക്കേ, ഇത് 1ന്റെ പ്ലേസ് ആണ്, ഇത് 10ന്റെ പ്ലേസ് ആണ്.
ഇത് 100th പ്ലേസ് ആണ് അല്ലെ. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ മുൻപിൽ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് 100th പ്ലേസിലാണുള്ളത്. അപ്പൊ ഇത് പറയാതെ തന്നെ മിസ് ഒന്ന് എഴുതി തരാം, എന്റെ മക്കൾ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കേ 2.5 നേരത്തെ എഴുതിയ പോലെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പർ ആക്കിയിട്ട് എഴുതാം. 2. അതേപോലെ 0.5 എങ്ങനെ എഴുതാം? 5/10 ആയിട്ട് എഴുതാം. 5/10. ഒന്നും ആലോചിക്കേണ്ട, 10ല് ഒരു 0 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പറിന്റെ മുൻപിൽ പോയിന്റ് വരും എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ നോക്കിക്കേ. 5.3 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാടാ? 0.3 എന്നുള്ളത് 3/10 ആക്കിയിട്ട് മാറ്റി എഴുതാം. ഓക്കെ ആണോ? 10ല് ഒരു 0 ആണ്. അപ്പൊ ഒരു നമ്പറിന്റെ മുൻപില് പോയിന്റ് വെക്കണം. അത്രയും സിമ്പിൾ ആണേ. ഇനി അടുത്തത് നോക്കിക്കേ, 4.81 ആണ്. അപ്പൊ 4 കഴിഞ്ഞിട്ട് 81 ഉണ്ട്, രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 81 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 81 എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യകളുടെ രണ്ട് നമ്പേഴ്സിന്റെ മുൻപിലാണ് ഇവിടെ പോയിന്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 10 മതിയോ? ഇവിടെ 10 മതിയോ? പോരാ, ഇവിടെ 100th ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ എത്ര വരണം? 100 വരണം എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ 100ല് രണ്ട് 0s ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിന് മുൻപില് പോയിന്റ് വരണം. അപ്പൊ ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാൻ എന്റെ മക്കൾ പഠിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആയിട്ട് എന്ത് എഴുതാം? 3.49 ഇങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. 3യും അതേപോലെ 49നെ എങ്ങനെ എഴുതാം? 49 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഇവിടെ 81/100 എന്ന് എഴുതിയ പോലെ 49/100 എന്ന് എഴുതാം. ഈ 49/100 എന്ന് പറയുമ്പോൾ 100ല് രണ്ട് 0 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ മുൻപിലാണ് എന്ത് വരിക? പോയിന്റ് വരാന്ന് ആലോചിച്ചാൽ മാത്രം മതി. അപ്പൊ എന്റെ മക്കൾക്ക് ഡെസിമൽ നമ്പേഴ്സ് തന്നാല് അതിനെ നേരെ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാൻ ഇനി അറിയില്ല എന്ന് പറയോ? ഇല്ല, അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ? അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ചോദ്യമാണ്, ഇത് അവിടെ രണ്ട് ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്റെ ചോദ്യം, ഇതിൽ ആരാണ് വലുത്, ആരാണ് ചെറുത് എന്നാണ്. അപ്പൊ ഒരാള് എന്തായാലും ലാർജർ നമ്പർ ആയിരിക്കും, ഒന്ന് സ്മോളർ നമ്പർ ആയിരിക്കും. അപ്പൊ ആരാണ് ലാർജർ, ആരാണ് സ്മോളർ എന്നാണ് ചോദ്യം. അപ്പൊ കാണുമ്പോൾ തന്നെ എന്റെ മക്കൾക്ക് അറിയാം ആരാണ് ലാർജർ എന്നുള്ളത്. പക്ഷെ എന്റെ മക്കളെ അതൊന്ന് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതി നോക്കിക്കേ. ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതുമ്പോൾ ഇവിടെ ഉള്ളത് 10th സ്ഥാനത്ത് അല്ലെ, 10th സ്ഥാനത്ത്, 1th സ്ഥാനത്ത്, വീണ്ടും 10th സ്ഥാനത്തുണ്ട്, 100th സ്ഥാനത്തുണ്ട് അല്ലെ. അടുത്തത് ഓരോന്ന് നോക്കിക്കേ. 10th സ്ഥാനത്ത്, 1th സ്ഥാനത്ത്, അതേപോലെ 10th സ്ഥാനത്ത് വന്നു. പക്ഷെ 100th സ്ഥാനത്ത് അവിടെ ഇല്ല. ഇല്ലേ, ഒരു സംഖ്യ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 0 വെക്കാം. 0 വെച്ചാലും ആ നമ്പറിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല അല്ലെ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ കഴിഞ്ഞിട്ട് 0 വന്നാലും അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, അവിടെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. ഇനി നോക്കിക്കേ, ഇത് നേരത്തെ എഴുതിയ പോലെ ഒന്ന് മാറ്റി എഴുതി നോക്കിക്കേ. 32 ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇനി നോക്കിക്കേ, ഇവിടെ 10th സ്ഥാനത്ത് 5 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5/10 എന്ന് കൂട്ടി എഴുതാം. ഇനി ആരുടെ സ്ഥാനത്തൂടെ ഉണ്ട്? 100th സ്ഥാനത്തൂടെ ഉണ്ട്. അപ്പൊ 100th സ്ഥാനം എന്ന് പറഞ്ഞാല് 5/100 ആക്കിയിട്ടും എഴുതാൻ അവിടെ ആളുണ്ട് ഇല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 32 കഴിഞ്ഞിട്ട് ആരാ ഉള്ളത്? 10th സ്ഥാനത്ത് 5 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 5/10 എന്ന് അവിടെ എഴുതാം. ഇനി നോക്കിക്കേ, 100th സ്ഥാനത്ത് ആളുണ്ടോ? ആളില്ല, നമ്മൾ 0 ഇട്ടു. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 0/100 എന്നും എഴുതി കൊടുക്കാം. ഇനി ഇതിൽ ആരാ വലുത്, ആരാ ചെറുത് എന്ന് ഡെസിമൽ നമ്പർ വരുമ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ആരാ വലുത്, ആരാ ചെറുതെന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ഇത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. ആദ്യം ഇവിടെ 32 ഉണ്ടോ നമ്മൾ കണ്ടു. ഇനി ഇവിടെ 32 അപ്പൊ രണ്ട് സ്ഥലത്തും എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, രണ്ട് സ്ഥലം സെയിം ആയിട്ടുള്ള നമ്പറാ. ഒന്ന് 32 തന്നെയാണ്, ഒന്ന് 32 തന്നെയാണ്. അപ്പൊ നമുക്ക് ആരാ വലുതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പൊ 32 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സംഖ്യ നോക്കിക്കേ. ഇത് 5 അപ്പൊ 32 കഴിഞ്ഞിട്ട് ഇവിടെയും തൊട്ടടുത്ത് 5 തന്നെയാ വരുന്നത്. അപ്പൊ അതിലും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആരാ വലുതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കിക്കേ. അപ്പൊ വീണ്ടും 5 വന്നു. ഇനി ഇവിടെ നോക്കിക്കേ, 5 കഴിഞ്ഞിട്ട് ബാക്കി ആരാ ഉള്ളത്? 0 ആ ഉള്ളത്.
അപ്പൊ ആരായിരിക്കും വലുത്? ആരായിരിക്കും ലാർജർ നമ്പർ? ഇവിടെയുള്ള നമ്പർ ആയിരിക്കും ലാർജർ നമ്പർ. 32.55 ആയിരിക്കും ലാർജർ നമ്പർ ആയിട്ട് വരിക അല്ലെ. അപ്പൊ ഇതായിരിക്കും സ്മോളർ നമ്പർ ആയിട്ട് വരിക. അപ്പൊ 32.55 ആണ് എന്ത് വരുക? ഗ്രേറ്റർ ആയിട്ടുള്ള ലാർജർ നമ്പർ വരുക. 32.5നേക്കാൾ ആരാണ് വലുത്? 32.55 ആയിരിക്കും. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ വേഗം അത് റെഡി ആണെങ്കിൽ എന്റെ മക്കൾക്ക് അത് ചെയ്ത് നോക്കാതെ തന്നെ ഇവിടെ പറയാൻ പറ്റുന്ന ഉത്തരാണ്. എന്നാലും നമ്മളൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നേരത്തെ പോലെ ഫ്രാക്ഷന്റെ രീതിയിൽ എഴുതി നോക്കാം. ഇവിടെ 1 ആണോ അല്ലെങ്കിൽ 0.99 ആണോ ലാർജർ നമ്പർ എന്നാണ് മിസ്സിന്റെ ചോദ്യം. എന്റെ മക്കളൊന്ന് വേഗം ചെയ്ത്. ഈ 1 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1 ആണ്. ഇവിടെ 0.99 ആണ്. ആരായിരിക്കും ലാർജർ? ഈ 1 ഒരു ഡെസിമൽ നമ്പർ ആണോ? ഈ 1 എന്ന് പറഞ്ഞ ഒരു ഡെസിമൽ നമ്പറാ? 1 എന്ന് മാത്രം എഴുതുമ്പം അതൊരു ഡെസിമൽ നമ്പർ അല്ല. പക്ഷെ 1നെ നമുക്ക് ഡെസിമൽ നമ്പർ ആക്കി മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? 1 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എത്ര 0 ഇട്ട് കഴിഞ്ഞാലും എന്ത് തന്നെയാ വരിക? 1 തന്നെയാണ് വരിക. എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. 1 കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഇത്രയും 0 ഒക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതിന് 1 തന്നെയായിരിക്കും വാല്യൂ വരിക. അപ്പൊ നോക്കിക്കേ, ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ 0 കഴിഞ്ഞിട്ടില്ല, ഇതാ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1നെ ഞാൻ ഡെസിമൽ നമ്പർ ആയിട്ട് എഴുതുമ്പം 2 സീറോസ് കൂടെ ഇട്ട് കൊടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. 2 സീറോസ് അവിടെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ 1ഉം അതേപോലെ 0.99ഉം. മിസ് നേരത്തെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ആദ്യം എന്ത് നോക്കിയാ മതി? ആദ്യം ഞാനിതാ ഇവിടെ ആരാ നോക്കി? 1നെ നോക്കി. ഇവിടെ ആരാ ഉള്ളത് 1ന്റെ സ്ഥാനത്ത്? ഇവിടെ 0 ആണുള്ളത്. ഉത്തരം കിട്ടി. ആരായിരിക്കും വലുത് വരിക? 1 ആണോ 0 ആണോ വലുത് വരിക? 1 അല്ലേടാ വലുത് വരിക. അപ്പൊ ആരായിരിക്കും ഗ്രേറ്റർ നമ്പർ? 1 ആയിരിക്കും 0.99നേക്കാളും ലാർജർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് ഡെസിമൽ നമ്പേഴ്സിൽ ആരാണ് വലുത് അല്ലെ, ആരാണ് ഗ്രേറ്റർ, ആരാണ് സ്മോളർ എന്നതിന്റെ മക്കൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വേഗം ഓടി വന്നിട്ട് ഈ ഒരു നമ്പേഴ്സിൽ 1.09 ആണോ 1.093 ആണോ ലാർജർ നമ്പർ എന്നുള്ളത് ഓടി വന്നൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. നോക്കട്ടെ എന്റെ മക്കൾക്ക് എത്ര പേർക്ക് ആ ഒരു കാര്യം ക്യാച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെസിമൽ എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ